എല്ലാ നിക്ഷേപകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിഫ്റ്റി ബീസ് എന്ന ഒരൊറ്റ ETF-ൽ മാത്രം നിക്ഷേപിച്ചുകൊണ്ട് സാധാരണക്കാരനായ ഒരു നിക്ഷേപകന് ഒരു വിദഗ്ധനായ നിക്ഷേപകനായി എങ്ങനെ മാറാം? ഒക്ടോബർ 1 മുതൽ മാർച്ച് 31 വരെയുള്ള നിഫ്റ്റി ബീസിന്റെ അർദ്ധവാർഷിക റിപ്പോർട്ട് എന്നിവ ഉൾക്കൊള്ളുന്നതാണ് ഈ വീഡിയോ. ഈ റിപ്പോർട്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഈ ETF-ന്റെ പ്രവർത്തനം എങ്ങനെയാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വളരെയധികം സഹായിക്കും. ഇന്ത്യയിൽ ആദ്യമായി ആരംഭിച്ച എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടാണ് നിഫ്റ്റി ബീസ്. 2021 ഡിസംബർ 28 ഈ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് പ്രവർത്തനം ആരംഭിച്ചത്. 2001 ഡിസംബർ 28 മുതൽ നാളിതുവരെ നിഫ്റ്റി ഇൻഡെക്സ് നൽകിയ റിട്ടേൺ 14.4% ആണ്. എന്നാൽ നിഫ്റ്റി ബീസ് ആകട്ടെ 15.59% റിട്ടേൺ നിക്ഷേപകർക്ക് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ നിലവിൽ 0.04% ആണ്. അതായത് 1 ലക്ഷം രൂപയ്ക്ക് ഒരു വർഷത്തെ പ്രവർത്തന ചെലവ് വെറും 40 രൂപ മാത്രമാണെന്നാണ് ഇതിനർത്ഥം. 2025 മെയ് 31 വരെയുള്ള കണക്കുകൾ പ്രകാരം ഈ ETF-ന്റെ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് 48,610 കോടി രൂപയാണ്. നിഫ്റ്റി ബീസിന്റെ ഡിവിഡൻഡ് ഈൽഡ് എന്ന് പറയുന്നത് ഒരു വർഷം 1.44%. അതായത് ഒരു വർഷം ഏകദേശം 1 ലക്ഷം രൂപ നിക്ഷേപിച്ച ഒരു നിക്ഷേപകൻ ഏകദേശം 1440 രൂപയാണ് ഡിവിഡൻഡായി നെറ്റ് അസറ്റ് വാല്യൂവിനോടൊപ്പം കൂട്ടിച്ചേർക്കപ്പെടുന്നത്. ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ കഴിച്ചുള്ള തുകയാണ്. ഏകദേശം 1480 രൂപയോളം ഡിവിഡൻഡായി ലഭിക്കുമ്പോൾ അതിൽ 40 രൂപ എക്സ്പെൻസ് കഴിഞ്ഞ് ഏകദേശം 1440 രൂപ നിക്ഷേപകന് ലഭിക്കുന്നു. ഈ വീഡിയോയുടെ പ്രധാന ഉദ്ദേശം നിഫ്റ്റി ബീസ് എന്ന ഒരൊറ്റ ETF-ലെ നിക്ഷേപത്തിലൂടെ നിഫ്റ്റി 50 ഇൻഡെക്സിനെ എങ്ങനെ മറികടക്കാം എന്നുള്ളതാണ്. 2001 ഇത് ആരംഭിച്ചതിന് ശേഷം ഏകദേശം 15.6% റിട്ടേണാണ് നിഫ്റ്റി ബീസ് നാളിതുവരെ നൽകിയിട്ടുള്ളത് എന്ന് പറഞ്ഞു. അതേസമയത്തിന് നിഫ്റ്റി 50 ആകട്ടെ 14.4% റിട്ടേൺ മാത്രമാണ് നൽകിയത്. അതെന്തുകൊണ്ടാണ്? ഏകദേശം 1.5%-ലധികം റിട്ടേൺ ലഭിക്കാനുള്ള കാരണം എന്താണ് എന്നുള്ളതാണ്. ഈ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം 2014 ഏപ്രിൽ 1 മുതൽ ഇന്നലെ എന്ന് പറയുമ്പോഴത്തേക്ക് ജൂൺ 27 വരെ നിഫ്റ്റി 50 അപേക്ഷിച്ച് നിഫ്റ്റി ബീസ് എത്ര ശതമാനം അധികമാണ് അത് റിട്ടേൺ തന്നിട്ടുള്ളതെന്ന് കാണാവുന്നതാണ്. നിഫ്റ്റി ഏകദേശം 278.35% റിട്ടേൺ നൽകിയപ്പോൾ നിഫ്റ്റി ബീസ് 324.05% റിട്ടേണാണ് നൽകിയത്. ഏകദേശം 46% അധികം റിട്ടേൺ നൽകി. അതെങ്ങനെയാണ് ഈ 46% അധികം റിട്ടേൺ നിഫ്റ്റി 50യേക്കാൾ നിഫ്റ്റി ബീസിന് കിട്ടിയതെന്ന് നമുക്ക് പരിശോധിക്കാം. അതായത് നിഫ്റ്റി ബീസിന്റെ നെറ്റ് അസറ്റ് വാല്യൂവിൽ എല്ലാ വർഷവും എല്ലാ സ്റ്റോക്കുകൾക്കും നൽകുന്ന ഡിവിഡൻഡ് ഏകദേശം 1.5% മുതൽ 2% വരെ അതിൽ ആഡ് ചെയ്യപ്പെടും. 2012 മാർച്ച് വരെ ഏകദേശം 37 രൂപയോളം നിക്ഷേപകർക്ക് ഡിവിഡൻഡായി നൽകുകയുണ്ടായി. 2012 മാർച്ചിന് ശേഷം ഡിവിഡൻഡ് നൽകുന്നതിന് പകരം അത് നെറ്റ് അസറ്റ് വാല്യൂവിനോട് കൂട്ടിച്ചേർക്കുകയാണ് പതിവ്. ഈ ഡിവിഡൻഡ് നെറ്റ് അസറ്റ് വാല്യൂവിനോടൊപ്പം കൂട്ടിച്ചേർക്കുന്നത് കൊണ്ട് നിക്ഷേപന് വളരെയധികം പ്രയോജനങ്ങളുണ്ട്. ചെറിയ ചെറിയ തുകകൾ ഡിവിഡൻഡായി ലഭിക്കുന്നത് ഒഴിവാക്കി അത് നെറ്റ് അസറ്റ് വാല്യൂവിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതിനാൽ കോമ്പൗണ്ടിങ് എഫക്റ്റിൽ വളരാൻ അത് സഹായിക്കുന്നു. മറ്റൊരു ഗുണം എന്ന് പറയുന്നത് ഈ ഡിവിഡൻഡിന് നികുതി നൽകേണ്ടതില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ഡിവിഡൻഡ് നെറ്റ് അസറ്റ് വാല്യൂവിനോട് കൂട്ടിച്ചേർക്കുന്നത് കൂടാതെ നിക്ഷേപകന് അവൻ്റെ സ്വന്തം കഴിവുപയോഗിച്ചും വളരെ ഉയർന്ന ഒരു നേട്ടം നിഫ്റ്റി ബീസിൽ നേടാൻ കഴിയും. അതായത് SIP മാതൃകയിൽ നിക്ഷേപിക്കുന്ന ഒരു നിക്ഷേപകന് ചിലപ്പോൾ ആഴ്ചതോറും നിക്ഷേപിക്കുന്ന ഒരു 5 നിഫ്റ്റി ബീസ് വീതം വാങ്ങുന്നവരായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഈ നിഫ്റ്റി കൂടുതൽ താഴ്ന്നു നിൽക്കുന്ന അവസരത്തിൽ കൂടുതൽ നിഫ്റ്റി ബീസ് വാങ്ങുക വഴി അവർക്ക് ഉയർന്ന ഒരു റിട്ടേൺ ലഭ്യമാകും. അതായത് നിഫ്റ്റി 50യെ വളരെയധികം പിന്നിലാക്കാൻ ഇതിലൂടെ സാധാരണ നിക്ഷേപന് സാധിക്കും. ഇപ്പോൾ ഈ ചാർട്ട് നോക്കുമ്പോൾ ഏകദേശം സെപ്റ്റംബർ 20 ചാർട്ടാണ്. അന്ന് നിഫ്റ്റി 50യുടെ വാല്യുവേഷൻ ഏകദേശം 25,790 അതായത് ഇന്നത്തെ ഏകദേശം തുല്യമായ ഒരു വാല്യുവേഷനാണ് അന്ന് നിഫ്റ്റി 50ക്ക് ഉണ്ടായിരുന്നത്. നിഫ്റ്റി ബീസും അതുപോലെ തന്നെ. എന്നാൽ നമുക്ക് ഇതുകൊണ്ടുള്ള നേട്ടം എന്താണ് എന്ന് പരിശോധിച്ചാൽ ഏകദേശം 10 മാസങ്ങൾക്ക് മുമ്പുള്ള അതേ നെറ്റ് അസറ്റ് വാല്യൂവിന് ഇന്ന് നമുക്ക് നിഫ്റ്റി ബീസ് സ്വന്തമാക്കാൻ കഴിയും. 10 മാസം മുമ്പ് നിക്ഷേപിച്ചിരുന്ന ഒരു വ്യക്തിക്ക് ലഭ്യമായ അതേ നെറ്റ് അസറ്റ് വാല്യൂ ഇന്ന് നിക്ഷേപിച്ചാൽ ലഭ്യമാകുന്നു. അതേസമയത്തിന് അത് വല്ല സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ എങ്ങാനും ആ തുക നിക്ഷേപിച്ചിരുന്നെങ്കിൽ അതിന് അധികം ചെറിയ 2-3% പലിശ അയാൾക്ക് ലഭിക്കുമായിരുന്നു. അല്ലെങ്കിൽ വല്ല ലിക്വിഡ് ഫണ്ടിലോ
ഏതെങ്കിലും ഡെപ്റ്റ് ഫണ്ടിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി റിട്ടേൺ കൂടും. നിഫ്റ്റി 50-ലുള്ള 50 കമ്പനികളിൽ നിക്ഷേപിക്കുന്നതിന് വലിയൊരു തുക വേണ്ടിവരും. എന്നാൽ നിഫ്റ്റി ബേസിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ വെറും 288 രൂപയ്ക്ക് എല്ലാ സ്റ്റോക്കുകളിലും നിക്ഷേപിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നിഫ്റ്റി ബേസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയ മെച്ചം. ഇനി ഈ നിഫ്റ്റി ബേസ് സെപ്റ്റംബർ 31 ശേഷം മാർച്ച് 31 വരെ 2024 സെപ്റ്റംബർ 31 ശേഷം 6 മാസ കാലയളവിൽ അതിന് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഉള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിപ്പോൺ ഇന്ത്യ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. ഒക്ടോബർ 1-ാം തീയതി ഉണ്ടായിരുന്ന ആകെ യൂണിറ്റുകളുടെ എണ്ണം 118 കോടി രൂപയായിരുന്നു. 2025 മാർച്ച് 31-ന് 165 കോടി യൂണിറ്റുകളായി വർദ്ധിച്ചു. ഏകദേശം 46 കോടി യൂണിറ്റുകൾ അധികം വന്നു. പുതിയ നിക്ഷേപകർ നിഫ്റ്റി ബേസിലോട്ട് കടന്നു വന്നു എന്നാണ് ഇതിനർത്ഥം. അത് മാത്രമല്ല, അതിൻ്റെ തുടക്കത്തിലുള്ള ഈ അർദ്ധവാർഷികത്തിൻ്റെ തുടക്കത്തിൽ 34,092 കോടി രൂപയായിരുന്നു അസറ്റ് അണ്ടർ മാനേജ്മെൻ്റ് എങ്കിൽ അർദ്ധവാർഷികം അവസാനിക്കുന്ന സമയത്ത് 43,598 കോടിയായി വർദ്ധിച്ചു. നെറ്റ് അസറ്റ് വാല്യൂ 287.78 ആയിരുന്നു അർദ്ധവാർഷികത്തിൻ്റെ തുടക്കത്തിലെങ്കിൽ അവസാനിച്ചപ്പോൾ 263.25 കുറയുകയാണ് ഉണ്ടായത്. ഏകദേശം -8% ഇടിവാണ് അനുഭവപ്പെട്ടത്. എങ്കിൽ പോലും അതിൻ്റെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് വളരെയധികം വർദ്ധിച്ചത് പുതിയതായി ധാരാളം നിക്ഷേപം കടന്നു വന്നതുകൊണ്ടാണ്. പഴയ കാലയളവിൽ നിഫ്റ്റിയിലൊക്കെ ഒരു ക്രാഷ് ഉണ്ടാകുമ്പോൾ ഒരുപാട് പേർ ഇത് വിറ്റൊഴിയുമായിരുന്നു എങ്കിൽ ഇപ്പോൾ എല്ലാവരും ഇടിവ് സമയത്ത് നിഫ്റ്റി ബേസിലേക്ക് പുതിയതായി ധാരാളം നിക്ഷേപം നടത്തുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇതൊക്കെയാണ് സത്യത്തിൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനെ ഈ അവസ്ഥയിൽ പിടിച്ചു നിർത്തുന്നത്. വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായാലും നിഫ്റ്റി ഒരുപാട് ഇടിയാത്തതിന് കാരണം ഇന്ത്യൻ മാർക്കറ്റിലും ETF-കളിലും നിക്ഷേപം നടത്തുന്നു എന്നുള്ളതാണ്. ഇനി ഈ അർദ്ധവാർഷികത്തിൽ നിഫ്റ്റി ബേസിലുണ്ടായ ഇൻകംസ് എങ്ങനെയൊക്കെയാണെന്ന് പരിശോധിക്കാം. അതായത് ഡിവിഡൻഡായി എത്ര രൂപ ലഭ്യമായിട്ടുണ്ട് എന്ന് നോക്കാം. 177.98 കോടി രൂപ ഡിവിഡൻഡായി ലഭിച്ചു. അതായത് 50 കമ്പനികളിൽ നിന്നുള്ള ഡിവിഡൻഡായി 177.98 കോടി രൂപയാണ് ലഭിച്ചത്. ക്യാഷിൻ്റെ ഡിവിഡൻഡ്, അതായത് പുതിയതായി നിക്ഷേപകർ വരുമ്പോൾ മൊത്തം തുകയും നിക്ഷേപിക്കാതെ ചെറിയൊരു നീക്കിയിരിപ്പുണ്ടാകും. അതിന് ലഭിച്ച പലിശയാകട്ടെ 1.28 കോടി രൂപയാണ്. പിന്നെ ഈ റീബാലൻസിംഗ് ഒക്കെ നടക്കാറുണ്ട് ETF-ൽ. നമ്മളറിയാതെ പല റീബാലൻസിങ്ങും അവിടെ നടക്കാറുണ്ട്. ചില സ്റ്റോക്കുകൾ ഇല്ലാതാകുന്നു 6 മാസം കൂടുമ്പോൾ, അതിൻ്റെ സ്ഥാനത്ത് പുതിയ സ്റ്റോക്കുകൾ കടന്നു വരുന്നു. ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഇങ്ങനെയുള്ള സമയത്ത് നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റോക്കിൻ്റെ ലാഭം എക്സിറ്റ് ആവുമ്പോൾ അത് ലാഭമായി കണക്കാക്കി അതും കൂടി പുതിയ സ്റ്റോക്കിലേക്കും മറ്റ് സ്റ്റോക്കുകളിലേക്കും നിക്ഷേപിക്കപ്പെടുന്നു. അങ്ങനെ ഏകദേശം 173.92 കോടി രൂപ ആ ഇനത്തിൽ അതിന് ഇൻകമായി ലഭിച്ചു. അങ്ങനെ ഏകദേശം 363.17 കോടിയുടെ വരുമാനമാണ് നിഫ്റ്റി ബേസിൽ ഉണ്ടായത്. ഇനി ഇതിൻ്റെ ചിലവുകൾ നോക്കുകയാണെങ്കിൽ ആകെ 19.95% ഇതിൻ്റെ ആകെ ചിലവുകളായി വന്നിട്ടുള്ളത്. അത് ഫണ്ട് മാനേജ്മെൻറ്റ് ചാർജും അതുപോലെ തന്നെ കമ്പനിയുടെ ലാഭവും എല്ലാം ഇത്ര മാത്രമേ ഉള്ളൂ. 19.95 കോടി രൂപ മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഡിവിഡൻഡായി ലഭിച്ചത് 177.98 കോടി രൂപയാണെങ്കിൽ അതിൻ്റെ ആകെ എക്സ്പെൻസ് 19.95 കോടി രൂപ മാത്രമാണ്. നിഫ്റ്റി ബേസിൽ നിക്ഷേപിക്കുന്നത് എത്രത്തോളം ബെനിഫിറ്റാണ്, അതുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിക്ഷേപകരെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ കൂടി ഈ വീഡിയോയുടെ ഭാഗമാക്കി മാറ്റിയത്. ഇനി ഈ ETF-ൽ നിക്ഷേപിക്കണമോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് തീരുമാനിക്കാം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.